പ്രേം നസീറിനെ അവഹേളിച്ച ടിനി ടോമിനെതിരെ സിനിമാ മേഖലയിൽ പ്രതിഷേധം. 2 സിനിമ കിട്ടിയാൽ ഇവനൊക്കെ എന്തും പറയുമെന്ന് മണിയമ്പിള്ള രാജു. ടിനി ടോമിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സാംസ്കാരിക സംഘടനകൾ. സുരേഷ് ഗോപിയെ പരിഹസിച്ച് വെട്ടിലായ ടിനി ടോമിന് വീഴ്ചകൾ തുടർക്കഥയാകുന്നു. അനശ്വര നായകൻ പ്രേം നസീറിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ടിനി ടോം നടത്തിയ പരാമർശം ഇപ്പോൾ സിനിമാ മേഖലയിൽ വലിയ ചർച്ചാ വിഷയമാണ്. പ്രേം നസീറിന്റെ താരത്തിളക്കം നഷ്ടപ്പെട്ട നാളുകളെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ടിനി ടോം വിവാദ പ്രസ്താവന നടത്തിയത്. സ്റ്റാർഡം നഷ്ടമായ നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചത്. എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും. സിനിമയില്ല. ബഹദൂർക്കയുടെയും അടൂർ ബാസി സാറിന്റെയും വീട്ടിൽ പോയിരുന്ന് കരയും. കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നുണ്ടെന്നാണ് ടിനി ടോം പറഞ്ഞത്. ഇത് പ്രേം നസീറിനെ ഇഷ്ടപ്പെടുന്നവരെയും സിനിമാ മേഖലയിലുള്ളവരെയും ഒരുപോലെ അസ്വസ്ഥരാക്കി. പ്രേം നസീറിന്റെ ബന്ധുവും സംവിധായകനുമായ MA നിഷാദാണ് ടിനി ടോമിനെതിരെ ആദ്യം രംഗത്ത് വന്നത്. സുന്ദരനും സമ്പന്നനുമായ പ്രേം നസീറിനെ ടിനി ടോമിനെ പോലെ വിഗ് വെച്ച് മേക്കപ്പ് ഇട്ടിറങ്ങേണ്ട ആവശ്യമില്ല എന്നാണ് MA നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിവരക്കേട് വിളിച്ചു പോകുന്നത് ടിനി ടോം നിർത്തണമെന്നും MA നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ താൻ പ്രേം നസീറിനെ പോലൊരു ലെജൻഡിനെ അപകീർത്തിപ്പെടുത്തും വിധം സംസാരിച്ചിട്ടില്ലെന്നും കാര്യങ്ങളെ വളച്ചൊടിക്കുന്നവരാണ് ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത് ും ടിനി ടോം പ്രതികരിച്ചു. ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കാൻ കഴിയാത്ത ഫ്രസ്ട്രേറ്റഡ് ആയ ആളുകൾ എപ്പോഴും നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും ടിനി ടോം മറുപടി നൽകി. സിനിമയുടെ ലൈംലൈറ്റിൽ നിന്ന് മാറുമ്പോഴുണ്ടാകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് മണിയമ്പിള്ള രാജുവും ഇന്നസെന്റുമൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥകളൊക്കെ ഉള്ളുലയ്ക്കുന്നതുമാണ്. ആ അവസ്ഥ പറയാനേ ശ്രമിച്ചിട്ടുള്ളൂവെന്നും ഒരിക്കലും ഒരു ലെജൻഡിനെ അപമാനിക്കില്ലെന്നും ടിനി ടോം പറഞ്ഞു. എന്നാൽ ഈ കഥകളെല്ലാം മണിയമ്പിള്ള രാജുവാണ് തന്നോട് പറഞ്ഞതെന്ന് വിശദീകരിച്ച് ടിനി ടോം വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുകയാണെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് ആരോപിച്ചു. ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് ആലപ്പി അഷ്റഫ് മണിയമ്പിള്ള രാജുവുമായി നടത്തിയ ഫോൺ സംഭാഷണവും ഇപ്പോൾ വൈറലാണ്. ഇവനൊന്നും നസീർ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ നസീർ സാറിനൊപ്പം 10-15 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നസീർ സാറിനെ പോലെ ദൈവതുല്യനെ ഞാൻ കണ്ടില്ല. ടിനി ടോം പലതും പറഞ്ഞ് മുമ്പും വിവാദങ്ങളിൽ ചെന്നുപെട്ടു. എന്തിനാണ് ഇത്രയും മഹാനായ ആളിനെ കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. മരിച്ചുപോയ ആളാണ് ഇത്രയും ദൈവതുല്യൻ. ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡ് നസീർ സാറിന്റെ പേരിലാണ്. നസീർ സാറിനെ കുറിച്ച് എതിരായതൊന്നും പറയാനാകില്ല. നസീർ സാറിനെ ഇഷ്ടപ്പെടുന്നവർ എതിർത്ത് കല്ലെറിയും. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. കടുത്ത അപരാധമാണ് ചെയ്യുന്നത്. 2 പടം വന്നാൽ പരിസരം മറക്കും ഇവനൊക്കെ. അത് ചെയ്യാൻ പാടില്ല. ഇതാണ് മണിയമ്പിള്ള രാജുവിന്റെ പ്രതികരണം. ഇതോടെ മണിയമ്പിള്ള രാജുവും ടിനി ടോമുമായി അങ്ങനെ ഒരു സംഭാഷണം നടന്നില്ലെന്ന് വ്യക്തമാവുകയാണ്. ഈ ഫോൺ സംഭാഷണത്തിൽ ടിനി ടോമിനെ കടന്നാക്രമിക്കുകയാണ് മണിയമ്പിള്ള രാജു. ഏതായാലും സോഷ്യൽ മീഡിയയിൽ ടിനി ടോമിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. നസീറിന്റെ ആരാധകർ നിയമ നടപടിക്കും ഒരുങ്ങുന്നു. ഇതിനിടെയാണ് തടി തപ്പാൻ എല്ലാം മണിയമ്പിള്ള രാജുവിന്റെ തലയിൽ ടിനി ടോം കൊണ്ടുവയ്ക്കുന്നത്. നേരത്തെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ടിനി ടോമിനെ ആലപ്പി അഷ്റഫ് വിമർശിച്ചത്. മിമിക്രി പോലും നേരെ ചൊവ്വേ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം. ഏത് നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത്. മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം നടത്തുന്ന നടനാണ് ടിനി ടോം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാലും മമ്മൂട്ടിയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകർ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ. നസീർ സാർ ആരാണെന്ന് ഈ തള്ളൽ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല. നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാഠപുസ്തകമാണ്. താനാദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രമെടുത്ത് വായിച്ചു പഠിക്കൂ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ മണിയടിച്ച് അടുത്തുകൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്ക് മിട്ടൊന്ന് താങ്ങി. അതിൽ സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈയിടെയാണല്ലോ. പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ കേരളത്തിൽ പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.